ഞാനിവിടെ വീട്ടിലേക്ക് പോയിനാലേ മുങ്ങിന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? മുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഓരോന്നായിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ആക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ ദിവസത്തെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലായാൽ പിന്നെ രാവിലെ നീച്ച് വന്നു കഴിഞ്ഞാൽ ടേബിൾമേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരിക്കും. അപ്പോൾ ഉമ്മാൻ്റെ ചോറ് വരെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാക്ക് ലഞ്ച് ബോക്സ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം അയലൊക്കത്ത് പോയിങ്ങാണ്ട് ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അതിലാണ് കേട്ടോ ഇന്ന് ഞാൻ ഓൾക്ക് ചോറ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മഞ്ഞ് എന്താ ഓൾക്ക് കൂട്ടാൻ കൊടുക്കുകയെന്ന് ചോദിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉള്ളിയും തക്കാളിയും വഴറ്റി അതിലേക്ക് മുട്ട പൊട്ടിച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു മുട്ടക്കൂട്ടാൻ ഉണ്ടാക്കുമല്ലോ, അതുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കാമെന്ന് കേട്ടോ. ഞാൻ ബാക്കിയുള്ള ഉമ്മാൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വേറൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിനും പോകണം. ഇവാനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് അപ്പോഴേക്കും ഇത് അമ്മമ്മയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. എന്താ പണിയണമെന്ന് വെച്ചിങ്ങാണ്ട് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. ചിക്കൻ കറിയും ദോശയും ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അയാനെക്കുട്ടീൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ ഈ നാവുകൊണ്ട് ഇങ്ങനെ കളിച്ചിങ്ങാണ്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ പാത്രം കഴുകാന്ന് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പറ്റുന്ന പണികളൊക്കെ മാക്സിമം ചെയ്യും. സ്വന്തം വീട്ടിലല്ലേ എന്ന് വിചാരിച്ചിട്ട് അടിയിട്ട് അവിടെ കിടക്കൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറ്റുന്ന അടിച്ചു വാരൽ, പാത്രം കഴുകൽ, കുക്കിംഗ് എന്തായാലും ഉമ്മായിരിക്കും ചെയ്യുക. അതിന് നമ്മളൊന്നും എടുപ്പിക്കൂല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉമ്മാക്ക് ചെയ്ത് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് ഇവാനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഇവാനെ ബസ് കയറ്റി ഒരുപാടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കയറാം. നമ്മുടെ വീടിൻ്റെ ഏകദേശം ഫ്രണ്ട് എന്നല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ റബ്ബറാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ റബ്ബറായിരുന്നു. ഇപ്പോൾ ദാ നമ്മളെല്ലാവരും കുളിച്ച് മാറ്റി ഇനിയിപ്പോൾ പോകുകയെന്ന് കേട്ടോ. ഞാനും അയാനക്കുട്ടി ഉമ്മയും അതുപോലെ തറവാട്ടിൽ നിന്ന് അമ്മായിയും ഓലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുകയാണ്. അപ്പോൾ മീറ്റുമായി അമ്മായി ഐശമ്മായി കേട്ടോ. അങ്ങനെ നമ്മൾ പോയി തിരിച്ച് വന്ന് എന്താ പറയുക രാത്രിക്കാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടാകുന്നത്, അതൊക്കെ തിന്നലേനും അപ്പോഴാണ് കണ്ണിപ്പെട്ടത്. അരവണ ഇപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഉപ്പാക്ക് ആരോ കൊടുത്തതാണ്. അപ്പോൾ അത് ഒരിയക്കാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. വീട്ടിൽ വന്നാൽ ഉമ്മാൻ്റെ മാക്സി ആഹാ അന്തസ് അറിയില്ലേ, അതിനോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറൊരു ഡ്രസ്സ് ഈ ലോകത്തുണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ ഒരു തിന്നുമ്പോൾ അപ്പ അത് മുഴുവൻ നിന്നിട്ട് ഇനി ഇവിടെ ചോറൊന്നുമില്ല, അത് മയങ്ങി കിടക്കേണ്ടിയിരുന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുറച്ച് കോരി തിന്ന് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് നാളെ തിന്നാൻ വിചാരിച്ചു. ചുമ്മാ ഇവിടെ രാത്രിക്കത്തുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ